മഹാരാഷ്ട്രയിൽ മന്ത്രിസ്ഥാനം ലഭിക്കാത്ത ശിവസേന എൻസിപി നേതാക്കൾ പ്രതിഷേധത്തിന്റെ പാതയിൽ. ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന എൻസിപി നേതാവ് ജഗൻ ഭുജ്ബൽ രംഗത്ത്. അതേസമയം മന്ത്രിസ്ഥാനം ലഭിക്കാത്ത ശിവസേന എംഎൽഎമാർ രോഷം പരസ്യമാക്കിയതോടെ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും കടുത്ത സമ്മർദ്ദത്തിൽ. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനത്തിന് പിന്നാലെയാണ് മന്ത്രിസ്ഥാനം ലഭിക്കാത്ത കൂടുതൽ നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. എൻസിപി ശിവസേന എംഎൽഎമാരാണ് രോഷം പരസ്യമാക്കി നേതൃത്വത്തിന് വെല്ലുവിളിക്കുന്നത്. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും വലിയ മോഹങ്ങൾ വാഗ്ദാനം ചെയ്താണ് പാർട്ടിയെ നെടുക പിളർത്തി വിമത നീക്കത്തിലൂടെ എംഎൽഎമാരെ കൂടെ ചേർത്തത്. എന്നാൽ മഹായുതി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയിട്ടും മന്ത്രിസ്ഥാനം കിട്ടാത്ത നേതാക്കളാണ് പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. എൻസിപിയുടെ മുതിർന്ന നേതാവ് ജഗൻ ഭുജ്ബൽ പൊട്ടിത്തെറിയുടെ വക്കീലാണ്. അധികാരം ലഭിക്കാത്തതിന് പിന്നാലെ അജിത് പവാറിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒബിസി നേതാവ്. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അനുകൂലമായിരുന്നുവെന്നാണ് ഭുജ്ബൽ അവകാശപ്പെടുന്നത്. പാർട്ടി അധ്യക്ഷൻ അജിത് പവാറിനെതിരെയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. പൂനെയിൽ അജിത് പവാറിനെതിരെ പ്രതിഷേധവുമായി ഒബിസി പ്രവർത്തകർ രംഗത്തെത്തിയതോടെ ഭുജ്ബൽ പാർട്ടി വിടാൻ തീരുമാനിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം ശിവസേന വിദർഭ മേഖലാ കോർഡിനേറ്റർ നരേന്ദ്ര ബോണ്ടേക്കർ പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചാണ് പ്രതിഷേധിച്ചത്. ഏക്നാഥ് ഷിൻഡെ തനിക്ക് ക്യാബിനറ്റ് പദവി വാഗ്ദാനം ചെയ്തിരുന്നതായാണ് ബോണ്ടേക്കർ അവകാശപ്പെടുന്നത്. താൻ ശിവസേനയിൽ ചേർന്നത് ക്യാബിനറ്റ് സ്ഥാനം നൽകാമെന്ന വ്യവസ്ഥയിലായിരുന്നുവെന്നും ബോണ്ടേക്കർ തുറന്നടിച്ചു. പിന്നാലെ ശിവസേനയിലെ മുതിർന്ന നേതാക്കളായ ദീപക് കേസർകർ, അബ്ദുൾ സത്താർ, താനാജി സാവന്ത് തുടങ്ങിയവരും മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കാത്തതിൽ അതൃപ്തി പ്രകടമാക്കിയതോടെ ഷിൻഡെ കടുത്ത സമ്മർദ്ദത്തിലാണ്. തന്റെ വിശ്വസ്തരായ ദാദാ ഭുസെ, ഉദയ് സാവന്ത് തുടങ്ങിയവർക്ക് വീണ്ടും അവസരം നൽകിയതാണ് പലരെയും ഒഴിവാക്കാൻ കാരണമായത്. ശിവസേനയ്ക്ക് മന്ത്രിസഭയിൽ പ്രാമുഖ്യം കുറഞ്ഞതും നേതാക്കളെ നിരാശരാക്കിയിട്ടുണ്ട്. വിമത നീക്കത്തിലൂടെ അധികാരത്തിലെത്തിയ ഇരു പാർട്ടികൾക്കും വരും ദിവസങ്ങൾ ഏറെ നിർണായകമായിരിക്കും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.